നമസ്കാരം. ഇക്കുറി BJP കേരളത്തിൽ പഠിച്ച പണി 18 പയറ്റുകയാണ്. ഒരു സീറ്റെങ്കിലും നേടാൻ. നിയമസഭയിൽ അവർക്കുണ്ടായിരുന്ന ഒരു പ്രാതിനിധ്യം നഷ്ടപ്പെട്ടതിൻ്റെ വേദന BJPക്കുണ്ട്. രാജ്യവ്യാപകമായി മോദി വലിയ തരംഗം സൃഷ്ടിക്കുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന ആ പ്രഖ്യാപനം തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സ്ലോഗനായി മാറുമ്പോൾ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടിയേ മതിയാവും. അത് BJPയുടെ അജണ്ടയാണ്. രാജ്യത്ത് എല്ലായിടത്തും BJPക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർ പോലെ ഒരു കൊച്ചു സ്ഥലത്ത് അടുപ്പിച്ചടുപ്പിച്ച് മോദി 2 തവണ വന്നത്. സുരേഷ് ഗോപിയെ കഴിഞ്ഞ കുറേ കാലമായി കൃത്യമായി തൃശ്ശൂരിൽ BJP അവതരിപ്പിക്കുകയാണ്. അതിനിവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയൊന്നും BJP കേന്ദ്ര നേതൃത്വം നോക്കിയിരുന്നില്ല. അവർ തന്നെ നിശ്ചയിച്ചു സുരേഷ് ഗോപിയാണ് അവരുടെ സ്ഥാനാർത്ഥിയെന്ന്. സുരേഷ് ഗോപി ബഹുദൂരം മുന്നിലെത്തി. സുരേഷ് ഗോപിക്കെതിരെ സർക്കാർ നടത്തിയ പ്രതികാര നടപടികളെല്ലാം സുരേഷ് ഗോപിക്ക് ഗുണകരമായി മാറി. ഇപ്പോഴും കോഫി വിത്ത് SG എന്ന പേരിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തരംഗമായി തുടരുന്നു. അതുകൊണ്ടാണ് നിലവിലുള്ള MP TN പ്രതാപൻ ഞാനും സുരേഷ് ഗോപിയും തമ്മിലാണ് നേരിട്ടാണ് ഏറ്റുമുട്ടൽ എന്ന് ആദ്യം പറഞ്ഞു. ഇപ്പോൾ തിരുത്തി. അത് തിരിച്ചടിയാവുമെന്ന് മനസ്സിലായി തിരുത്തി. ഇപ്പോൾ പറഞ്ഞു BJP മൂന്നാമതാകുമെന്ന്. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MP പോലും പറയുന്നു ഞാനും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരമെന്ന്. അതായത് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അംഗീകരിക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ അവർ തൃശ്ശൂരിൽ ഫോക്കസ് ചെയ്യുമ്പോഴും അവർക്ക് മറ്റൊരു സീറ്റിനോട് നോട്ടമുണ്ട്. അത് ഏത് സീറ്റ് എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു ഇലക്ഷനിൽ കേവലം 14,000 വോട്ടുകൾക്കാണ് BJPയുടെ നേതാവായിരുന്ന O രാജഗോപാൽ തിരുവനന്തപുരത്ത് തോൽക്കുന്നത്. BJPക്ക് അത് കപ്പിനും ചുണ്ടിനും ഇടയിലുള്ള നഷ്ടമായിരുന്നു. എന്നാൽ ആ സ്ഥിതി മാറി. തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലം ശശി തരൂർ കീഴടക്കിയിരിക്കുന്നു. തരൂർ മത്സരിക്കുന്നിടത്തോളം കാലം തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇതും BJPക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മറ്റൊരു സീറ്റ് കൂടി BJPക്ക് നോക്കേണ്ടതുണ്ട്. അവർ ആറ്റിങ്ങലിൽ മുരളീധരനെ വെച്ച് പരീക്ഷിക്കുന്നുണ്ട്. മുരളീധരൻ അവിടെ ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് BJP കണക്കാക്കുന്നത്. എന്നാൽ BJPയുടെ ഇതുവരെയുള്ള സ്ട്രാറ്റജിയിൽ ഇല്ലാതെ കടന്നു കയറിയ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. തിരുവനന്തപുരത്തിനും കാസർഗോഡിനും പാലക്കാടിനും പുറത്ത് BJPക്ക് ഏറ്റവും അധികം സ്വാധീനം ഉണ്ടായി വരുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പത്തനംതിട്ടയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ശബരിമല തരംഗം മുതലെടുക്കാൻ K സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിച്ചത്. ഇക്കുറി പത്തനംതിട്ടയിൽ BJP പരീക്ഷിക്കുന്നത് PC ജോർജിനെയാണ്. PC ജോർജ് എന്ന് പറയുന്നത് ഒരു ഒറ്റയാനാണ്. നമുക്കറിയാം. KM മാണിയുമായി ഭിന്നിച്ച് പാർട്ടി വിട്ട ജോർജ് മാണിയുടെ സ്ഥാനാർത്ഥിയെ മലർത്തി അടിച്ചാണ് പിന്നീട് ഒറ്റയ്ക്ക് സ്വതന്ത്രനായി നിന്ന് 2016 MLA ആവുന്നത് പൂഞ്ഞാറിൽ നിന്ന്. ജോർജിന്റെ നാക്കുളുക്കും എളുപ്പത്തിൽ. അങ്ങനെ നാക്കൊന്നുളുക്കിയപ്പോൾ ആ മണ്ഡലത്തിലെ മുസ്ലിം ജനത മുഴുവൻ ജോർജിനെതിരായി. അങ്ങനെ 2021 ജോർജ് ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. വളരെ തന്ത്രപരമായ നീക്കങ്ങളോടുകൂടിയാണ് അവർ ജോർജിനെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് ജോർജ് തോറ്റതിന് ശേഷം ജോർജിന്റെ ഒരു ശവപ്പെട്ടി വെച്ചിട്ട് അവർ ചുറ്റിനും നൃത്തം ചെയ്തത്. അങ്ങനെ വാശിയോടെ അവർ ജോർജിനെ തോൽപ്പിച്ചു. പക്ഷേ ജോർജ് തന്റെ പോരാട്ട വീര്യം കൂട്ടിയതേ ഉള്ളൂ, കുറച്ചില്ല. ഏറ്റവും അധികം മുസ്ലിം ജനത തെങ്ങിപ്പാർക്കുന്ന SDP ഭരണപങ്കാളിത്തമുള്ള ഈരാറ്റുപേട്ട നഗരത്തിലാണ് ജോർജിന്റെ വീട്. അവിടെയാണ് ജോർജ് നാക്കിന്റെയും തോക്കിന്റെയും ബലത്തിൽ സധൈര്യം ജീവിക്കുന്നത്. ആ ജോർജ് അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്കൊടുവിൽ BJPയുടെ ഭാഗമായി. BJPയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ജോർജ് ആവുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മറ്റു പലരുടെയും പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും ജോർജ് തന്നെയായിരിക്കും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. ജോർജ് സ്ഥാനാർത്ഥിയാവാൻ പ്രധാന കാരണം അവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ ഒന്നിപ്പിക്കാനാണ്. BJPക്ക് സ്വാധീനമുള്ള വോട്ടുകൾ കിട്ടിയാൽ ക്രൈസ്തവർക്കിടയിൽ ജോർജിനുള്ള സ്വാധീനം മുതലാക്കാമെന്നും അങ്ങനെ MP ആകാമെന്നും ജോർജ് കണക്ക് കൂട്ടുന്നു. ഇവിടെയാണ് CPM ഒരു മുതലെടുപ്പിനൊരുങ്ങുന്നത്. തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് അവർ കൂടുമാറ്റിയിരിക്കുന്നു. തോമസ് ഐസക് ആയിരിക്കും CPMന് പത്തനംതിട്ട സ്ഥാനാർത്ഥി എന്ന് തീർച്ചയാണ്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി തോമസ് ഐസക്കിന്റെ പ്രവർത്തന മണ്ഡലം പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ ഒട്ടുമിക്ക പരിപാടികളിലും ഐസക് ഉണ്ട് എന്ന് മാത്രമല്ല വാക്കിലൊക്കെ ഇങ്ങനെ സഭാവിരുദ്ധതയും മതവിരുദ്ധതയും ഒക്കെ പറയുമെങ്കിലും പത്തനംതിട്ടയിലെ അരമനകൾ കയറി ഇങ്ങനെ നിരങ്ങുകയാണ് തോമസ് ഐസക് കഴിഞ്ഞ കുറെ കാലമായി. പത്തനംതിട്ടയിൽ ഏത് മതചടങ്ങുണ്ടെങ്കിലും ഏത് സഭയുടെ ആണെങ്കിലും തോമസ് ഐസക് അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് KP യോഹനാനൊക്കെ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെയൊക്കെ തോമസ് ഐസക് ഉണ്ട്. എല്ലാ അരമനകളിലും കയറി ഇറങ്ങി സഭയുടെ എല്ലാ ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുത്ത് ഇങ്ങനെ നടക്കുകയാണ് തോമസ് ഐസക്. പക്ഷേ ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ഗതികിട്ടാ പ്രേതമായി അലഞ്ഞു നടക്കുന്നു എന്നാണ്. കാരണം തോമസ് ഐസക് ഒരു നിരീശ്വരവാദിയാണ്. തോമസ് ഐസക് ഒരു വരട്ടു തത്വവാദിയാണ്. ഐസക് നുണയനുമാണ്. അതുകൊണ്ട് തന്നെ ഐസക്കിന് ജനങ്ങൾക്ക് വിശ്വാസമില്ല. തോമസ് ഐസക് മത്സരിക്കുമ്പോൾ ക്രൈസ്തവ വോട്ട് പിടിക്കാമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. എന്നാൽ തോമസ് ഐസക്കിന് കിട്ടില്ല. തോമസ് ഐസക്കിന് ഒരു ക്രിസ്ത്യാനിയായി അവിടുത്തെ ഒരു ക്രൈസ്തവ വിഭാഗവും കരുതുന്നില്ല. തിരുവല്ലയിലെ MLA ക്രൈസ്തവനാണ്. പക്ഷെ അദ്ദേഹം മർത്തോമാ സഭയിൽ ഒരു വൈദികന്റെ മകനാണ്. ആ ഒരു സ്വീകാര്യത തോമസ് ഐസക്കിനില്ല. തോമസ് ഐസക് ഒരു മതവിരുദ്ധനാണ്. എന്ന് മാത്രമല്ല തോമസ് ഐസക് തരം പോലെ നുണ പറഞ്ഞ് നിലപാട് മാറ്റുന്ന ആളാണ്. എന്നാൽ CPM കരുതുന്നത്
ആന്റോ ആന്റണിയും പി സി ജോർജും തമ്മിലുള്ള മത്സരം മുറുകുമ്പോൾ അത് മുതലെടുക്കാമെന്നാണ്. ആന്റോ ആന്റണി അവിടുത്തെ സിറ്റിംഗ് MP ആണ്, നല്ല സ്വാധീനമുള്ള ആളാണ്. പക്ഷേ പി സി ജോർജ് കളത്തിൽ വരുന്നതോടെ വലിയ തോതിൽ വോട്ട് വ്യതിയാനം ഉണ്ടാകുമെന്നും അങ്ങനെ ആന്റോ ആന്റണിക്ക് കിട്ടേണ്ട വോട്ട് പി സി ജോർജിന് പോകുമെന്നും അതിന്റെ ഭാഗമായി തനിക്ക് ജയിക്കാമെന്നുമാണ് തോമസ് ഐസക്കിന്റെ കണക്കുകൂട്ടൽ. ഇക്കാര്യത്തെക്കുറിച്ച് പി സി ജോർജിനോട് ചോദിച്ചപ്പോൾ ജോർജ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇങ്ങോട്ടെത്തിയ നാട്ടുകാർ തല്ലി ഓടിക്കും എന്നാണ് ജോർജിന്റെ ഭാഷ്യം. പിന്നെ ഐസക് ധൈര്യമായിട്ട് ഇറങ്ങണം. ഇവിടെ 4 ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി വെച്ച് കിബി കച്ചവടം നടത്തിയവരാ. ഇവരെ നാട്ടുകാർ അടിക്കും. വോട്ട് ചെയ്യാൻ ചോദിച്ചാൽ വോട്ട് ചോദിച്ചാൽ ഐസക് ആലപ്പുഴക്കാരൻ എന്തിനാണ് പത്തനംതിട്ട വരുന്നത്? ആലപ്പുഴക്കാരൻ ഐസക് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഏറ്റവും വലിയ കടക്കടിയിലാക്കിയത് ഐസക്കല്ലേ. കിബി എന്ന് പറഞ്ഞ ഇടപാട് തന്നെ കൊള്ളയാ. അതിൻ്റെ ആളാരാ? ഐസക് ഉണ്ടാക്കിയ കിബി. ഇങ്ങോട്ട് വന്നേക്കട്ടെ, ഞാൻ ശരിപ്പെടുത്തി തരാം. ജോർജിന്റെ നാടൻ ഭാഷണമാണിത്. നാട്ടുകാർ തല്ലി ഓടിക്കുക, അല്ലെ താൻ തല്ലി ഓടിക്കുമെന്നാണ് ജോർജ് പറയുന്നത്. ജനം കാത്തിരിക്കുകയാണ് ആരെയാണ് നാട്ടുകാർ തല്ലി ഓടിക്കുന്നതെന്നറിയാൻ. വരത്തനായ തോമസ് ഐസക്, ക്രൈസ്തവ വിരോധിയായ തോമസ് ഐസക്, ആ തോമസ് ഐസക്കിനെയാണോ അതോ പെട്ടെന്ന് BJP-യിലേക്ക് വന്ന പി സി ജോർജിനെയാണോ അതോ ആന്റോ ആന്റണിയാണോ ജനം തല്ലി ഓടിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ BJP-ക്ക് പ്രതീക്ഷയുണ്ട്. തൃശ്ശൂർ പോലെ തന്നെ പ്രതീക്ഷ അവർക്ക് പത്തനംതിട്ടയിലും വരുന്നു. ജോർജിന് വ്യക്തിപരമായി തന്നെ സ്വാധീനമുള്ള ഇടങ്ങൾ ഏറെയുണ്ട്. ക്രൈസ്തവ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും ഒരുമിച്ചാൽ ജോർജ് ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് BJP വൃത്തങ്ങളുടെ കണക്കുകൂട്ടലും അഭിപ്രായങ്ങളും.